നിങ്ങളെങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്? അതിൻ്റെ എന്താ സംഭവിച്ചത്? ഇവിടുന്ന് ഞങ്ങളുടെ ഫോണിൽ കമ്പനി ഫോണിൽ കോൾ വന്നതാണ്. അങ്ങനെ അറിയണത് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ എന്താ കാണുന്നത്? ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കാണുന്നതും ഒരു മൂന്ന് ബോഡി ചിന്ന ഭിന്നായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച കാണണം. അത്രയും മോശാവസ്ഥയിൽ. നിങ്ങൾ പിന്നെ ഈ തൃപ്പയാർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായി? അല്ല, ഞങ്ങൾ 24 hour സേവനാണ്. 24 hour ഈ വണ്ടി ഡ്യൂട്ടി. ഞങ്ങൾക്കിവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഏകാദശിയുടെ തലേദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് റൂമിലെത്തിയിട്ടുള്ളൂ. റൂമിലെത്തി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കിടക്കണം. രാവിലെ തന്നെ വീണ്ടും ഡ്യൂട്ടി തുടങ്ങല്ലേ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ കിടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വിളി വന്നു. അപ്പോൾ വരുമ്പോൾ ഇതാണ് അവസ്ഥ. ആംബുലൻസുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ എത്തുമ്പോഴത്തേനും 108 വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയി, താലൂക്കുള്ള ആംബുലൻസൊക്കെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആംബുലൻസ് എത്ര വരെ കയറ്റിയത്? ഇല്ല, ഞങ്ങളങ്ങനെയല്ല ചെയ്തത്. ഞങ്ങളെല്ലാ വണ്ടിയും വന്നിട്ട് സ്ട്രക്ചറുകളവിടെ ഇറക്കിയിട്ടു, എല്ലാ വണ്ടിയിലെയും. അത് പിന്നെ ഏത് വണ്ടിയിൽ നിന്നും നോക്കാതെ സ്ട്രക്ചറുകളിലേക്ക് കയറ്റി. പിന്നെ അത് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഏത് വണ്ടിയിലെ സ്ട്രക്ചറാണെന്ന് നോക്കിയിട്ട് അതാത് വണ്ടിയിൽ കയറ്റി പോവുക ചെയ്തത്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു നേരം വിളിക്കണവരെ. അപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് പോലീസില്ല. അതിനുശേഷം പോലീസ് വന്നു. പിന്നെ പോലീസിൻ്റെ ഇതോടുകൂടിയിട്ട് ഞങ്ങളവിടെ പോയിട്ട് ആ വണ്ടി നോക്കി